അടിപൊളി ചായ അല്ലേ? കട്ടൻ ചായക്ക് അതിന് എന്താ ടേസ്റ്റ് ചെയ്യാത്ത? എന്താ പറയുക, കട്ടൻ ചായ ആരുണ്ടാക്കണത്? ആ ഇനി വേറെ കേൾക്കിട്ടൊക്കെ കൂടിയിട്ട് അല്ലടാ കാര്യത്തില് ചൈനക്കാരെ കണ്ടുപിടിച്ച് നല്ലൊരു സഞ്ചാരിയാണ് കേരളത്തിൽ. അത് പിന്നെ ഇറാനിയൻ സഞ്ചാരിയാണ് സുലൈമാൻ. അതാണ് ചൈനയിൽ നിന്ന് പുറത്തേക്ക് ഈ ചായ എത്തുന്നത്. അതുകൊണ്ടാണ് ഇതിന് സുലൈമാനി പേര്. അപ്പോൾ സുലൈമാൻ്റെ പേര് സംഭവം പൊട്ടത്തര പറയണെച്ചെങ്കിൽ നമ്മളിത് ആധികാരികമായിട്ട് കേൾക്കുന്നുണ്ട്. അല്ലടാ കാര്യത്തില് സുലൈമാൻ സഞ്ചാരിയാണ് അറേബ്യയിൽ എത്തിക്കണത്. അറേബ്യയിൽ നിന്ന് അന്ന് സുലൈമാന്റെ പേരിൽ സുലൈമാൻ കൊണ്ടുവന്ന പിന്നെ ചായയുടെ പേരിലാണ് സുലൈമാനിയുടെ പേരിൽ ഇത് അറിയപ്പെടുന്നത്. പിന്നെ അറബികളായിട്ട് ബന്ധം കേരളക്കാർക്കാണല്ലോ. കേരളത്തിലേക്ക് വന്നിട്ടാണ് ഇതിന് നമ്മുടെ കേരളം മലബാറിലെ ഏറ്റവും കൂടുതൽ അറബികൾ വരുന്നത്. അപ്പോൾ അവിടെ മലബാറിൽ ഇതിന് സുലൈമാനി എന്ന് പറയും. ചൈനയിലാണ് ആദ്യമായിട്ടുണ്ടായത്. ഇന്ത്യയിൽ അങ്ങനെ വന്നത്? ഇന്ത്യയിൽ ഇത് കൃഷി ചെയ്യാൻ തുടങ്ങുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാരാണ് കൊണ്ടുവന്നത്. ആദ്യമായിട്ട് ഇന്ത്യയിൽ ആസാമിലാണ് സാധനം പിന്നെ ചായ കൃഷി ചെയ്യുന്നത്. 1834 തോന്നുന്നു ആസാമിൽ ഫസ്റ്റത്തെ ആസാം ടീ. ഇപ്പോഴും ആസാം ടീ ഇപ്പോഴും ആസാം ടീ എന്നുള്ള പേരിലാണ്. അതിൻ്റെ ശേഷം 1850-കളിലാണ് കേരളത്തിലേക്ക് വരുന്നത്. പീരുമേട്ടിലാണ് ആദ്യമായിട്ട് കേരളത്തിൽ കൃഷി ചെയ്തത് ബ്രിട്ടീഷുകാരാണ്. പക്ഷെ അതിന്റെ മുമ്പ് നമ്മുടെ നാട്ടിൽ ചായ അത് ചൈനയിൽ നിന്ന് നമ്മൾ പിന്നെ എന്താ പറയുക അറബിക് വ്യാപാരികൾ കൊടുത്തിട്ട് നമ്മുടെ നാട്ടിൽ മെയിനായിട്ട് എന്താ വെച്ചെങ്കിൽ ഈ അറബികളാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലൊക്കെ ഈ ഗാവ സാധനങ്ങൾ അതൊരു ട്രഡീഷണൽ ആയിട്ട് അവർ സാധാരണ പണ്ട് മുതലേ നമ്മൾ ചരിത്രത്തിൽ അറബിൻ ചരിത്രത്തിൽ അവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഗാവ പറഞ്ഞ സാധനം അത് ഏകദേശം ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള ബ്ലാക്ക് ടീയുടെ ഒരു ഇതന്നെ അത് ഉത്ഭവിച്ചുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാവും എന്നുള്ളത് അനുമാനിക്കാം. അറബികളുടെ ഒരു സംസ്കാരം കുറച്ച് സ്പൈസൊക്കെ ചേർത്തിട്ട് ഡൈജസ്റ്റീവ് സഹായിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന സാധനമാണ് ഗാവ. അത് കാപ്പിട്ടുണ്ടാക്കും, പിന്നെ ചായ ഉണ്ടാക്കിയിട്ടുണ്ടാക്കും. ചായ ഉണ്ടാക്കുന്നതിന് സുലൈമാനി എന്ന് പറയും, കാപ്പി ഉണ്ടാക്കുന്നതിന് ശരിക്കും ഗാവ തന്നെ പറയും. ഞാനത് മറ്റേ ഇതിലടക്കം മറ്റേ വിക്കിപീഡിയ നോക്കിയിട്ട് പോലും ഇതായിട്ടൊരു അല്ലേ ചൈനയിലാണ് സുലൈമാനി കണ്ടുപിടിച്ചില്ല ചായ കണ്ടുപിടിച്ചെങ്കിലും ലോകത്തിലെ ഏറ്റവും നല്ല ചായ ഉണ്ടാക്കുന്നത് കേരളത്തിലാണ്. നമ്മുടെ കൊളുക്കുമലയിലാണ് ഏറ്റവും ടോപ്പ് ചായ ഉണ്ടാക്കുന്നത്. നമ്മളെ ലാലേട്ടൻ്റെ ഉയരം കൊണ്ട് ഏറ്റവും ഉയരത്തിലുള്ള പിന്നെ എന്താ പറയുക ചായത്തോട്ടം കൊളുക്കുമലയിലുള്ളത്. ബാക്കിയൊക്കെ അവർക്ക് വിട്ടുകൊടുക്കാം, ജനങ്ങൾ തീരുമാനിക്കട്ടെ.